പൊന്നാനിയിൽ യുവാവിന് ബൈക്കിലെത്തിയ സംഘം ക്രൂരമായി മർദ്ദിച്ചു. അപകടത്തിൽ പരിക്കേറ്റ അടിപ്പറമ്പിൽ ശ്യാംജിത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. ശനിയാഴ്ച രാത്രിയിലാണ് അക്രമമുണ്ടായത്. 6 മാസത്തിനു ശേഷം കടവനാട് തേറയിൽ പീടിക ഭാഗത്ത് വീണ്ടും അക്രമം. 2 ബൈക്കുകളിൽ മുഖംമൂടി ധരിച്ചെത്തിയ 6 അംഗ സംഘം യുവാവിനെ മാരകായുധങ്ങൾ കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചു. കടവനാട് സ്വദേശി അടിപ്പറമ്പിൽ ശ്യാംജിത്തിനാണ് അക്രമത്തിൽ തലയ്ക്കും കൈയിനും ഗുരുതരമായി പരിക്കേറ്റത്. വൈകുന്നേരം ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഫസ്റ്റ് 3 വണ്ടി ഫ്രണ്ടിക്കാണ്ട് സ്പീഡെടുത്ത് വന്നിട്ട് വണ്ടി ബ്ലോക്ക് ചെയ്ത്. 3 ആൾക്കാർ 3 വണ്ടി ഉണ്ടായിരുന്നു. 3 വണ്ടിയുമ്പോൾ ഒരു വണ്ടിയുമ്പോൾ ട്രിപ്പിൾ 3 ആൾ വെച്ചിട്ട് വന്നിരുന്നവർ. ബാക്കിലത്തെ 2 വണ്ടിയിലത്തെ ബാക്കിലത്തെ 2 ആൾക്കാരും ഒരു കമ്പി വട്ടിയിട്ട് ഇറങ്ങിയിട്ട് നേരെ ബാക്കിലേക്ക് അടിച്ച് ഫസ്റ്റ് തലയുടെ ബാക്കിലേക്ക് അടിച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് അടിക്കാൻ നേരത്ത് ഞാൻ കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ നോക്കി. കൈയിന് അടിയിട്ട് പിന്നെ വേറെ ആൾക്കാരും വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് എല്ലായിടത്തും ഇരുമ്പിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്ക് ആയിരുന്നു. ഇവരെല്ലാവരും കൂടിയിട്ട് നല്ല അടി അടിച്ച് പോയി. എന്താണ് കാരണം ഉദ്ദേശിക്കുന്നത്? കാരണം ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ എന്ത് കാരണം ഇപ്പോഴും മനസ്സിലായില്ല. ഞാനിപ്പോൾ ഒരിടത്ത് ആയിട്ട് ഒരു വിഷയങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ കുറച്ച് മുന്നേ ഒരു വിഷയം നടന്നിരുന്നത്. അതിൽ വിഷയത്തിൽ ഞങ്ങളൊന്നും ഉണ്ടായില്ല. ആ വിഷയത്തിൽ പെട്ട ആൾക്കാരായിരുന്നു ഇന്നലെ വന്നതും. ആ വിഷയത്തിൽ വന്ന ആൾക്കാരായിരുന്നു ഇന്നലെ വന്നതും. ഇവിടെ കുറച്ച് ദിവസം മുന്നേ ഇവിടെ ഒരു വീട് കയറി ആക്രമിച്ച സംഭവം ഉണ്ടായിരുന്നു. അതിൽ വന്ന ആൾക്കാർ തന്നെ ഇതിലുണ്ടായിരുന്നു. ഒരുത്തെ പിന്നെ അടിക്കാൻ വന്നതിലും രാഷ്ട്രീയപരമായിട്ടാണ് പ്രശ്നം. BJP-ക്കാരെന്ന് പള്ളപ്പുറത്തുള്ള BJP-ക്കാര് പോയിട്ടൊരു വിഷയമുണ്ട്. ഈ പള്ളപ്പുറത്തുള്ള BJP-ക്കാരായിട്ട് ശ്യാംജിത്തുള്ള പ്രശ്നമുണ്ടോ? എന്നിട്ട് കൃത്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ടീമുപരമായിട്ട് ഞങ്ങൾ ചെക്കന്മാർക്കൊക്കെ മുന്നേ വിഷയം ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാത്രി 8 മണിക്ക് തേറയിൽ പീടിക ഭാഗത്ത് ശ്യാംജിത്ത് ഉൾപ്പെടെ 4 സുഹൃത്തുക്കൾ ഇരിക്കുന്നതിനിടെ ബൈക്കിലെത്തിയ സംഘം ഇരുമ്പുവടികൾ കൊണ്ട് ഇവർക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ശ്യാംജിത്ത് ഒഴികെയുള്ളവർ ഓടി രക്ഷപ്പെട്ടെങ്കിലും ശ്യാംജിത്തിനെ ആക്രമിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ ഇടത് കൈയിന്റെ എല്ല് തകരുകയും തലയ്ക്ക് പിന്നിൽ പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ ശ്യാംജിത്തിനെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് എടപ്പാൾ ആശുപത്രിയിലും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. BJP പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് ശ്യാംജിത്ത് പറഞ്ഞു. ഡിസംബറിൽ ഈ ഭാഗത്ത് CPM RSS പ്രവർത്തകർ തമ്മിൽ അക്രമമുണ്ടായിരുന്നു. ശ്യാംജിത്തിന്റെ സുഹൃത്തുക്കളും ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയാകാം അക്രമത്തിന് പിന്നിലെന്നാണ് സംശയം. സംഭവത്തിൽ പൊന്നാനി പോലീസിൽ പരാതി നൽകി. തിരൂർ DSP PP ഷംസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. NCV ന്യൂസ് പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.